ഇന്നത്തെ പവർ ഗ്രൂപ്പ് ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും നസ്ലിൻ അല്ലെങ്കിൽ ബേസിൽ ജോസഫ് തുടങ്ങിയ ചെറുപ്പക്കാരുടെ അടുത്തേക്ക് 1 കോടിയും 2 കോടിയും കൊടുത്തുകൊണ്ട് നിർമ്മാതാക്കൾ പോകുമ്പോൾ പല മാധ്യമങ്ങളിലും ഇന്നും തലപ്പത്തിരിക്കുന്ന നിരവധി മാധ്യമ മേലാളന്മാരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ മാറ്റി നിർത്തൂ. ഇവിടെ മാറ്റി നിർത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാനൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ ആ ചാനലിലെ മറ്റൊരാൾക്കെതിരെ ഒരു പരാതി ഉന്നയിക്കുകയും അവരെ ആ ചാനലിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ട് എത്ര പേര് ചാനൽ ചർച്ച നടത്തി. തെളിവുകളും കൊണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏത് കേസാണ് അങ്ങനെ എടുത്തിട്ടേക്കുന്നത്? ഏത് പെൺകുട്ടിക്കാണ് അങ്ങനെ ഒരു സോളിഡ് തെളിവ് കൊണ്ട് പോകാൻ പറ്റുന്നത്? പക്ഷെ ഈ സോളിഡ് തെളിവില്ലായ്മയും വെച്ചുകൊണ്ട് വെറും ഉന്നയിക്കപ്പെടുന്ന വാക്കുകളാൽ ഒരു പുരുഷന്റെ ജീവിതം തകർക്കപ്പെടാൻ പാടില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ 2010 ഇപ്പൊ രഞ്ജിത്തിനെതിരെ വന്ന ആരോപണം തീർച്ചയായിട്ടും ഗുരുതരമാണ്, ഇല്ലെന്നത് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് അന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും കാലം നിശബ്ദരായിരുന്നിട്ട് ഹേമ കമ്മീഷൻ വരുന്ന സമയത്ത് മലയാള സിനിമയിൽ നിലവിലില്ല പുള്ളി. മലയാള സിനിമയിൽ പുള്ളി ഒരു സിനിമയും ചെയ്യുന്നില്ല. ഈ പുള്ളിക്ക് ഇപ്പൊ ആകെ ഉള്ളത് ഗവൺമെന്റിന്റെ ഒരു ഔദ്യോഗിക സ്ഥാനമാണ്. പുള്ളി അതിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന് വെച്ചോ. ആ പെൺകുട്ടി നിയമപരമായിട്ട് പരാതിപ്പെടാൻ പോകുന്നില്ല. പിന്നെ മലയാള സിനിമ എന്ത് തിരുത്തലാണ് വരുത്തേണ്ടത്? പുള്ളിക്കോ പടമില്ല. പിന്നെ പുള്ളിയുടെ സെറ്റിൽ എന്തെങ്കിലും നിയന്ത്രണം വരുത്തേണ്ട കാര്യമുണ്ടോ? മലയാള ഇപ്പൊ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ, ഇവരുടെയൊക്കെ പവർ നശിച്ച് പടം പോലും ഇല്ലാതെ ഇവരെല്ലാവരും എങ്ങനെങ്കിലും ഒരു സിനിമ നടക്കാൻ വേണ്ടിയിട്ട് പലരുടെയും പിന്നാലെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന അവസ്ഥയാണ് പഴയ പ്രമുഖർക്കും. ഇന്നത്തെ പവർ ഗ്രൂപ്പ് ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും പവർ ഉള്ളവനാണ് പവർ ഗ്രൂപ്പ്. ഇപ്പൊ നസ്ലിൻ അല്ലെങ്കിൽ ബേസിൽ ജോസഫ് തുടങ്ങിയ ചെറുപ്പക്കാരുടെ അടുത്തേക്ക് 1 കോടിയും 2 കോടിയും കൊടുത്തുകൊണ്ട് നിർമ്മാതാക്കൾ പോകുമ്പോൾ അവർക്കാണ് പവർ. അല്ലാതെ പഴയ ആൾക്കാർക്ക് പവർ ഇല്ല. ഇന്ന് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും സിനിമ കാണുന്നതിനെക്കാട്ടും കൂടെ ആൾക്കാർ കാണാൻ താല്പര്യം, അല്ലെങ്കിൽ ഇനിഷ്യലി ഒരു പുള്ള് കൊടുക്കുന്നുണ്ട് പുതുതലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരുടെ പടങ്ങൾ കാണാൻ. അപ്പം പഴയ ആൾക്കാർ പലരുടെയും പവർ നശിച്ചു പോവുകയും നമ്മൾ വീണ്ടും അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇന്നലകളിൽ അവസാനിച്ച ഒരു പ്രശ്നത്തെക്കുറിച്ച് ഇന്ന് ചർച്ച നടത്തിയിട്ട് കാര്യമുണ്ടോ? ഇന്നത്തെ പ്രശ്നം എന്താണ്? ഇന്നത്തെ മലയാള സിനിമയിലെ പ്രശ്നങ്ങൾ അറിയണമെങ്കിൽ ഈ പരാതി കൊടുത്തേക്കുന്ന ആൾക്കാരിൽ എത്ര പേർ ഇന്ന് സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് എത്ര പേർക്ക് പരാതി ഉണ്ട്, അതിനെക്കുറിച്ചാണ് അന്വേഷണം നടത്തേണ്ടത്. അല്ലാതെ ഇന്നലകളിൽ 90 കാലഘട്ടത്തിൽ മറ്റേ ശാരദയുടെയും അടൂർ ബാസിയുടെയും ഒക്കെ കാലഘട്ടം തൊട്ടുള്ള കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് എങ്ങനെ പരിഹരിക്കാൻ പറ്റും? അതെങ്ങനെയാണ്? 2017 ഈ റിപ്പോർട്ട് വരുന്നത്. ഇതിനകത്ത് ഉന്നയിക്കപ്പെട്ട പല കാര്യങ്ങളും വാസ്തവവിരുദ്ധമാണ്. അതായത് ഞാനൊരു നിയമപരമായ അതോറിറ്റി ഒന്നുമല്ല. എന്നോട് ഒരു പെൺകുട്ടി വിളിച്ചിട്ട് ചേട്ടാ ഇന്ന ഓഡിഷന് പോയപ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ പറയാം. നിങ്ങളെ മാധ്യമങ്ങളെ പോലെ തന്നെ എനിക്കും പറയാൻ പറ്റും. എന്റെ സോഷ്യൽ മീഡിയ വഴി ഇന്നടത്ത് ഇന്നൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് പറയാം. പക്ഷെ ഞാനൊരു എനിക്ക് നിയമപരമായിട്ടുള്ള അധികാരമുള്ളപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് വേട്ടയാടപ്പെട്ടവരെ പേര് എനിക്ക് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ ഹേമ കമ്മീഷൻ ഒരാളുടെയും പേര് പറയാതെ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇത് പറയുമ്പോൾ ഇത് മൊത്തത്തിൽ എല്ലാവരെയും ബാധിക്കുകയാണ്. ഒരു ഇൻഡസ്ട്രിയെ ബാധിക്കുകയാണ്, ഇൻഡസ്ട്രിയിലുള്ള സകല മനുഷ്യരെയും ബാധിക്കുകയാണ്. അവർ മാനസികമായിട്ട് അവർക്കും വിഷമങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. മുൻ ജസ്റ്റിസിന്റെ അടുത്തേക്ക് പരാതിയുമായിട്ട് ധാരാളം പേര് വരാൻ വേണ്ടിയിട്ട് സർക്കാർ നിയോഗിക്കപ്പെടുന്ന ഒരു കമ്മീഷനാണ്. അവിടാണ് ഇതിനകത്തുള്ള വ്യത്യാസം. അസമത്വത്തെ കുറിച്ച് സംസാരിച്ചാൽ സമസ്ത മേഖലയിലും ഒരിക്കലും സമത്വം എന്ന് പറയുന്നത് നമുക്ക് വാക്കുകൾ കൊണ്ട് മാത്രം പറയാൻ പറ്റുന്ന ഒന്നാണ്. ലോകത്തൊരിക്കലും നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു ആശയമാണ് സമത്വം എന്ന് പറയുന്നത്. സമത്വത്തിലേക്ക് എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും തുല്യരാവണം. അതൊരിക്കലും പറ്റത്തില്ല. ആരെയും നിയമത്തിന്റെ മുന്നിലും നീതിക്കും വേണ്ടി മാത്രമേ നമുക്ക് തുല്യത പാലിക്കാൻ പറ്റൂ. നമ്മൾക്ക് ഭരണ സംവിധാനത്തിന്റെ നീതിയുടെ പേരിൽ, അതായത് നിയമത്തിന്റെ മുന്നിൽ മാത്രം തുല്യത, ബാക്കി ഒരിടത്തും നമുക്ക് സമത്വം തുല്യത ഒന്നും പാലിക്കാൻ പറ്റില്ല. ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇപ്പൊ നമ്മുടെ പാർവതി തിരുവോത്ത് 2017 ശേഷം അവർക്ക് സിനിമയിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു എന്ന് പറഞ്ഞു ഭയങ്കര വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അതെന്ന് പറയുന്നത്. കണക്കുകൾ മാത്രം എടുത്തു വെച്ചു. 2010 മുതൽ 2017 വരെ പാർവതി എത്ര മലയാള സിനിമ ചെയ്തിട്ടുണ്ട്? അതിൽ 11ലും 12ലും ഒരൊറ്റ മലയാള സിനിമ പോലും ചെയ്തിട്ടില്ല. 15 ബാംഗ്ലൂർ ഡേയ്സും ചാർലിയുമാണ് ചെയ്തേക്കുന്നത്. 17 ശേഷം എത്ര പടം ചെയ്തിട്ടുണ്ടെന്ന് വീണ്ടും എടുത്തു നോക്കും. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും വസ്തുതയില്ല. വ്യക്തിവിരോധമായി മാറരുത് സ്ത്രീ സമത്വത്തിന് വേണ്ടിയിട്ടും സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി സംസാരിക്കുന്നത്. അങ്ങോട്ട് 1-2 പേരെ മാധ്യമ പ്രവർത്തനന്റെ തലപ്പത്തിരിക്കുന്ന ഒരുപാട് പേരുടെ പേര് പറഞ്ഞാൽ നിങ്ങൾ അവരെ മാറ്റി നിർത്തുവോ? സ്ത്രീ പീഡനത്തിൽ പരാതിയായിട്ടുള്ള, മീറ്റു ആരോപണത്തിൽ വിധേയരായിട്ടുള്ള പല മാധ്യമങ്ങളിലും ഇന്നും തലപ്പത്തിരിക്കുന്ന നിരവധി മാധ്യമ മേലാളന്മാരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ മാറ്റി നിർത്തൂ. ഇവിടെ മാറ്റി നിർത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാനൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ ആ ചാനലിലെ മറ്റൊരാൾക്കെതിരെ ഒരു പരാതി ഉന്നയിക്കുകയും അവരെ ആ ചാനലിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ട് എത്ര പേര് ചാനൽ ചർച്ച നടത്തി. ഇതൊക്കെ ചുമ്മാതെ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ സിനിമ കലാകാരന്മാരാണ്, അവർ ഭയപ്പെട്ട് മിണ്ടാതെ മാറിയിരിക്കുമെന്ന് പേടിച്ചിട്ട് മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. ഇപ്പം നമ്മുടെ കേരളത്തിലൊരു മന്ത്രി പീഡന പരാതിക്ക് തുടർന്ന് ആദ്യം കുറച്ചുനാൾ മാറ്റി നിർത്തുകയും അയാളെ വീണ്ടും പിടിച്ച് മന്ത്രിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ആരെ മാറ്റി നിർത്തിയെന്നാണ് ഈ പറയുന്നത്? ഇത് സിനിമാ മേഖലയിൽ ഇപ്പം ഒരു കലാകാരൻ അയാൾക്കെതിരെ ഒരിക്കലും ഒരു ആരോപണം ഉന്നയിച്ചു, നിയമപരമായിട്ടൊരു ലേഡി പോയിട്ടില്ല. വായി തോന്നുന്നത് വിളിച്ചു പറയുന്നത് അങ്ങനല്ലല്ലോ. നിയമപരമായിട്ട് പോട്ടെ, അപ്പം തെളിവുകൾ അന്വേഷിക്കും, തെളിവുകൾക്ക് പ്രകാരം ശിക്ഷിക്കപ്പെടും. ഇപ്പൊ നമ്മൾ ആകെ കണ്ടിട്ടുള്ളത് മലയാള സിനിമയിൽ നടൻ ദിലീപിനെതിരെ ഒരു പ്രശ്നം വരുന്നു. ആ പ്രശ്നത്തിൽ മാത്രമാണ് നിയമപരമായിട്ടുള്ള ഒരു കാര്യത്തിന് മുന്നോട്ട് പോയിട്ടുള്ളത്. ബാക്കിയെല്ലാം ഇങ്ങനെ ഏറിൽ നിൽക്കുകയാണ്. ഈ ഏറിൽ നിൽക്കുന്ന കാര്യം വെച്ചിട്ട് ഒരാൾ അയാളുടെ ജീവിതം അവസാനിപ്പിച്ച് വീട്ടിൽ കുത്തിയിരുന്ന് കഥ അടച്ചിട്ട് പുറത്തിറങ്ങണ്ട എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?